ദുൽഖർ നമ്മുടെ എൻ്റെ കളിക്കൂട്ടുകാരൻ. ഞങ്ങൾ കുട്ടിക്കാലത്തുള്ള കുറേ കുരുത്തക്കേട് പരിപാടി ഞങ്ങൾ കുറേ അങ്ങനത്തെ പരിപാടി. പുള്ളി കാർ ക്രേസാണ്, ഭയങ്കര കാർ ക്രേസാണ്. എന്നെ കൊണ്ടുപോകാൻ ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് ഞാൻ ദുൽഖറിൻ്റെ കൂടെ കാറിൽ പോകുമായിരുന്നു. അവൻ സ്കിഡ് ചെയ്യാനൊക്കെ രഹസ്യമായിട്ടൊരു സ്ഥലമുണ്ട് പുള്ളി സ്കിഡ് ചെയ്യാൻ. ദുൽഖർ നമ്മുടെ എൻ്റെ കളിക്കൂട്ടുകാരൻ. ഞങ്ങൾ കുട്ടിക്കാലത്തുള്ള കുറേ കുരുത്തക്കേട് പരിപാടി ഞങ്ങൾ കുറേ അങ്ങനത്തെ പരിപാടി. പുള്ളി കാർ ക്രേസാണ്, ഭയങ്കര കാർ ക്രേസാണ്. എന്നെ കൊണ്ടുപോകാൻ ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് ഞാൻ ദുൽഖറിൻ്റെ കൂടെ കാറിൽ പോകുമായിരുന്നു. അവൻ സ്കിഡ് ചെയ്യാനൊക്കെ രഹസ്യമായിട്ടൊരു സ്ഥലമുണ്ട് പുള്ളി സ്കിഡ് ചെയ്യാൻ. അദ്ദേഹം എല്ലാ പടങ്ങളിലും അപ്ഡേറ്റാണ്. ആരോ പറഞ്ഞ പോലെ പുതിയ മമ്മൂക്ക എന്നില്ല. മമ്മൂക്ക ഒരു വെറൈറ്റിയാണ്. പഴയ മമ്മൂക്ക പുതിയ മമ്മൂക്ക എന്നില്ല. പുള്ളി എപ്പോഴും ചേഞ്ച് ചെയ്യുന്നുണ്ട്. വേറൊരാളാണ് നമ്മൾ സ്ക്രീനിൽ എപ്പോഴും കാണുന്നത്. ഓരോ കഥാപാത്രം വേറൊരാളാണ്. അഷ്കർ സോദൻ എന്നാണ് എൻ്റെ പേര്. ചിത്രത്തിൻ്റെ പേര് DNA എന്നാണ്. ഇതിൻ്റെ പ്രൊഡ്യൂസർ KV അബ്ദുൽ നാസർ ബോസാണ്. അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷൻ്റെ പേര് ബെൻസി പ്രൊഡക്ഷൻസ് ആണ്. ഈ അക്ബർ ട്രാവൽസിൻ്റെ സഹോദര സ്ഥാപനമാണ് ബെൻസി പ്രൊഡക്ഷൻസ്. അപ്പോൾ അവരുടെ പടത്തിൽ രണ്ടാമത്തെ പടമാണ് ഞാൻ അഭിനയിക്കുന്നത്. ആദ്യത്തെ പടം മൈ ഡിയർ മച്ചാൻസ്, അത് റിലീസിന് വെയിറ്റിംഗ് ആണ്. കുറച്ച് പോർഷൻസ് ഒന്ന് കറക്റ്റ് ചെയ്യാനുണ്ട്. അത് നിൽക്കുകയാണ് ഇത്ര വലിയൊരു ബിഗ് ബഡ്ജറ്റ് ചിത്രം ഞാൻ നായകനായി എന്നെ അദ്ദേഹം സജസ്റ്റ് ചെയ്തതും അത് മീൻസ് പ്രൊഡ്യൂസർ അദ്ദേഹമാണ് നമ്മളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ സുരേഷ് ബാബു സാറിൻ്റെ അടുത്ത് എത്തിയതും എനിക്ക് വേണ്ടി ഒരു കഥ റെഡിയായി. AK സന്തോഷ് സാറ് ഒരു സ്ക്രിപ്റ്റ് റെഡിയാക്കി. അപ്പോൾ എല്ലാം കൂടെ കൂടിയൊരു 3.5 വർഷത്തിന് ശേഷം ആണ് ഇങ്ങനെ ഒരു ചിത്രം തുടങ്ങുന്നത്. അതാണ് ഈ പടത്തെ പറ്റി പറയുകയാണെങ്കിൽ ക്രൈം ത്രില്ലറാണ്, ഒരു സസ്പെൻസ് ആക്ഷൻ മൂവിയാണ്. എങ്ങനെയായിരുന്നു ഈ ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ അട്രാക്ട് ചെയ്തൊരു കാര്യം? ചിത്രത്തിൻ്റെ സ്ക്രിപ്റ്റ് കേട്ട് അട്രാക്ട് ചെയ്ത് എന്നെ വിളിക്കാൻ വന്ന് എന്നെ അഭിനയിക്കാൻ കൊണ്ടുവന്നൊന്നുമല്ല ആരും. അങ്ങനെ വന്നതല്ലേ, ഞാനായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്ത പ്രൊഡ്യൂസറാണ് KV അബ്ദുൽ നാസർ എന്ന് പറഞ്ഞാൽ. അദ്ദേഹം സപ്പോർട്ട് ചെയ്ത് എനിക്ക് ഒരു 3 വർഷം അതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞാണ്, 4 വർഷമായി മേ ബി. അദ്ദേഹം പറഞ്ഞു നല്ലൊരു സ്ക്രിപ്റ്റ് കണ്ടുപിടിക്കുക, നല്ലൊരു ഡയറക്ടർ കണ്ടുപിടിക്കുക, ഞാൻ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ഇപ്പം DNA എന്ന് പറഞ്ഞ പടത്തിൽ ഞാൻ നായകനായിട്ട് നിൽക്കുന്നതും. അങ്ങനെയാണ് ഞാൻ സുരേഷ് ബാബു സാറിനെ അപ്രോച്ച് ചെയ്യുന്നത്. സുരേഷ് ബാബു സാറിനെ എനിക്ക് വർഷങ്ങൾ മുമ്പ് അറിയാം. അദ്ദേഹത്തിന് ഞാൻ കന്യാകുമാരി എക്സ്പ്രസ്സിൽ അഭിനയിച്ചിട്ടുണ്ട്, ഒരു ചെറിയ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് അദ്ദേഹം AK സന്തോഷ് സാറുമായിട്ട് കണക്റ്റായി. അവരൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ നായകനായി. അങ്ങനെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ മമ്മൂക്കാന്റെ അതേ ലുക്കാണെന്ന് പറഞ്ഞിട്ട് ഇപ്പം ട്രെൻഡായിട്ട് നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിനെയൊക്കെ എങ്ങനെയാണ് നോക്കിയത്? വളരെ സന്തോഷമുള്ള കാര്യമല്ലേ. കാരണം നമ്മുടെ അമ്മാവനെ പോലെ ഇരിക്കുന്നു, വേറൊരാളെ പോലെ എന്ന് പറഞ്ഞില്ലല്ലോ, സ്വന്തം അമ്മാവനെ പോലെ ഇരിക്കുന്നു. അല്ല അമ്മാവൻ്റെ എന്തോ സംഭവങ്ങൾ മുഖച്ഛായ ഉണ്ട് എന്നൊക്കെ പറയാം. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അങ്ങനെ എന്തോ ഒരു പൂജയുടെ സമയത്ത് ആരോ ഒരു മൊബൈലിലെടുത്തിട്ട് എന്തോ ഒരു പരിപാടിയാണ്. അപ്പോൾ അങ്ങനെ അത് സന്തോഷമുള്ള കാര്യം. അത്രയും സുന്ദരനായ ഒരു മനുഷ്യൻ്റെ പോലെ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു മരുമകൻ എന്ന രീതിയിൽ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. മമ്മൂക്കൊക്കെ അറിയാവോ ഇങ്ങനെ ഒരു സംസാരമുണ്ട്, ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ? അത് ഇതുവരെ അദ്ദേഹം അറിയാമായിരിക്കും മേ ബി. പുള്ളി ഫുൾ ടൈം എല്ലാവരും മൊബൈലും ഇൻസ്റ്റാഗ്രാമൊക്കെ കാണുന്നില്ല. അപ്പോൾ അദ്ദേഹം കാണുമായിരിക്കും. ന്യൂസ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മനോരമ ന്യൂസിലുണ്ടായിരുന്നു ഇന്ന്. അപ്പോൾ എല്ലാ ന്യൂസും പുള്ളി കാണുന്നത് അദ്ദേഹത്തിന് അറിയാമായിരിക്കും. ഈ നിങ്ങൾക്കൊക്കെ ഒരു ഇൻസ്പയർഡ് ആയിട്ട് നിൽക്കുന്നത് ദുൽഖർ സൽമാൻ തന്നെയാണോ? ദുൽഖർ സത്യത്തിൽ ഇപ്പോൾ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ ആയിട്ട് നിൽക്കുകയാണല്ലോ. അപ്പം അതിനൊക്കെ എങ്ങനെയാണ്? ദുൽഖർ പാൻ ഇന്ത്യൻ സ്റ്റാർ ആയിട്ട് നമുക്ക് അഭിമാനമല്ലേ. നമ്മുടെ അനിയൻ അല്ലെ എൻ്റെ സഹോദരൻ ഇത്ര വലിയ സ്റ്റാറായി നിൽക്കുക എന്ന് പറയുന്നത് നമുക്ക് വളരെ സന്തോഷമാണ്. അപ്പോൾ നോക്കിക്കാണുന്നത് എപ്പോഴും അമ്മാവനെ തന്നെ ആയിരിക്കും. കാരണം നമ്മൾ കുഞ്ഞുനാളിലെ അദ്ദേഹത്തെ കണ്ടാണ് ഞാൻ വളർന്നതോ, അല്ലെ അദ്ദേഹത്തെ കണ്ടാണ് നമ്മൾ ഓരോന്ന് പഠിക്കുന്നതും. അദ്ദേഹം കുടുംബം കൊണ്ടുപോകണത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഫാമിലി കൊണ്ടുപോകണം, അല്ലെങ്കിൽ സിനിമയിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം, അതൊക്കെ നമ്മൾ അദ്ദേഹത്തെ കണ്ടാണ് പഠിച്ചത്. എട്ടിനെ ഒരു പ്രാവശ്യം കൊണ്ടുപോയി പുള്ളി സ്കിഡ് ചെയ്യാനൊക്കെ കൊണ്ടുപോയി. ഈ മമ്മൂക്കാനോട് ഇരിക്കാൻ നേരത്തൊക്കെ സംസാരിക്കാൻ നേരത്തൊക്കെ സിനിമ സംഭാഷണ വിഷയമാകാറുണ്ടോ? സിനിമ സംബന്ധമായിട്ട് അങ്ങനെ സംസാരിക്കുക. കാരണം പുള്ളി ഒരുപാട് സംസാരിക്കാറില്ലെന്നല്ല, നമ്മളോടൊരു അകലം മീൻസ്, അല്ലെങ്കിൽ ഞാൻ അമ്മാവൻ എന്നുള്ളൊരു അകലം ഞാൻ പാലിച്ചതുകൊണ്ടായിരിക്കും മേ ബി പുള്ളി ഒരുപാട് അടുക്കാറുണ്ട്. അല്ല അത്യാവശ്യ കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. ഞാൻ മുമ്പ് ഒരു ഇൻ്റർവ്യൂ പറഞ്ഞു, രാജമാണിക്ക് സിനിമ കാണാൻ പോയിട്ട് ഞാനും മക്ബൂലും കൂടെ പടം കണ്ടു കഴിഞ്ഞ് പോയത് രാത്രി ഒരു 9 മണിയൊക്കെ ആയി കാണും. പുള്ളിയുടെ വീട്ടിൽ ചെന്ന്, കാരണം എനിക്കിതെങ്ങനെയും പറയണം, ഈ പടം കണ്ടിട്ട് സൂപ്പറായിരിക്കണം വാങ്ങിച്ചെന്ന് പറയണം. നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചേക്കത് പറയും എന്നുള്ളത് ഫിക്സഡാണ്. ചെന്ന് കയറി ഡോറ് തുറന്ന് ബെല്ലടിച്ചു, പുള്ളി വന്നു, നിനക്കൊന്നും വീട്ടിൽ പോകാറില്ലേ, രാത്രിയല്ലേ, എന്തിനാ പതിനൊക്കെ നടക്കണം നമ്മുടെ വഴക്ക്. അപ്പം നമ്മൾ തള്ളേ നിങ്ങൾ പുലിയാണ് കേട്ടോ, എന്തൊരപ്പി കാണിച്ച് വെച്ചിരിക്കുന്നത് ആ ഒരു സ്ലാങ്ങിൽ പറഞ്ഞപ്പോൾ പുള്ളി നമ്മൾ വിളിച്ചു. ആ സൗഹൃദപരമായിട്ട് വിളിച്ച് ചോദിച്ചു മറ്റേ സീൻസ് എങ്ങനെയുണ്ട്, അത് അങ്ങനെ അത്രയേ ഉള്ളൂ. ഇപ്പം മമ്മൂക്കാന്റെ റീസെന്റ് ഇറങ്ങുന്ന ചിത്രങ്ങളൊക്കെ ഭയങ്കര അപ്ഡേറ്റഡ് ആയിട്ടുള്ള, ഇപ്പൊ സിനിമയ്ക്ക് തന്നെ മലയാള സിനിമയ്ക്ക് തന്നെ മാതൃകയായിട്ടുള്ള കുറെ സെലക്ഷനും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പൊ അതിനൊക്കെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ന്യൂ കമർ അത് കണ്ടു പഠിക്കേണ്ടതാണെന്നേ പറയുള്ളൂ. കാരണം അദ്ദേഹം അപ്ഡേറ്റഡ് ആണ്, ഭയങ്കര അപ്ഡേറ്റഡ് ആണ്.
കാരണം അദ്ദേഹം എല്ലാ പടങ്ങളിലും അപ്ഡേറ്റ് ആണ്. ആരോ പറഞ്ഞ പോലെ പുതിയ മമ്മൂക്ക എന്നില്ല, മമ്മൂക്ക ഒരു വെറൈറ്റിയാണ്. പഴയ മമ്മൂക്ക പുതിയ മമ്മൂക്ക എന്നില്ല, പുള്ളി എപ്പോഴും ചേഞ്ച് ചെയ്യുന്നുണ്ട്. വേറൊരാളാണ് നമ്മൾ സ്ക്രീനിൽ എപ്പോഴും കാണുന്നത്, ഓരോ കഥാപാത്രം വേറൊരാളാണ്, വേറെ ക്യാരക്ടേഴ്സിനെയല്ല കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ചേഞ്ചസ് ആണ് പുള്ളി അദ്ദേഹം ചെയ്യുന്നത്. അപ്പം സിനിമ ലൊക്കേഷനുകളൊക്കെ എങ്ങനെ ആസ്വദിക്കുന്നു? ലൊക്കേഷൻ ഭയങ്കര ബന്ധം. കാരണം ഞാനൊക്കെ യൂണിറ്റ് 20 ചെന്നൈയിലാണ് ഞാൻ താമസം. 3-4 വർഷമാകും. അതൊക്കെ കൊതിച്ചിട്ടുണ്ട് ഒരുപാട്. ഒന്ന് പടം തുടങ്ങിയിരുന്നെങ്കിൽ നമ്മുടെ സിനിമ യൂണിറ്റ് 20 പ്രൊഡക്ഷൻ ഫുഡ് അതൊക്കെ നമുക്ക് ഒരുപാട് എനിക്ക് ഭയങ്കര മിസ് ചെയ്തുകൊണ്ടിരുന്ന വർഷങ്ങളുണ്ടായിരുന്നു. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ പടം തുടങ്ങിയത്, സ്റ്റാർട്ട് ചെയ്തത്. എല്ലാ ആശംസകളും. താങ്ക് യു. ഇപ്പോ മമ്മൂക്ക അമ്മാവനാണല്ലോ, അപ്പൊ അമ്മാവന്റെ നിലയ്ക്കുള്ള സപ്പോർട്ട് എങ്ങനെയാണ് ഇപ്പൊ സജസ്റ്റ് ചെയ്യാറുണ്ടോ? ഐ മീൻ ഇപ്പൊ ദുൽഖറിനെ മമ്മൂക്ക തരത്തിലും അങ്ങനെ മമ്മൂക്കയുടെ ലേബലല്ല ദുൽഖറിന്. ആരല്ലേ, ഞാനും അദ്ദേഹത്തിന്റെ ലേബലിലല്ലോ വന്നത്. ഞാൻ തന്നെ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ സിനിമയിൽ. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു പടം അഭിനയിച്ചിട്ടുണ്ടെന്നല്ല, അദ്ദേഹത്തിന് പടം ചെയ്തിട്ടുണ്ട്, തസ്കര വീരൻ എന്ന് പറഞ്ഞ്. നമുക്ക് പേര് പറയാം, ഞാൻ മമ്മൂട്ടിയുടെ സിസ്റ്ററിന്റെ മോനാണ് കേട്ടോ, നമുക്ക് സീറ്റ് കിട്ടും സ്വാഭാവികമായിട്ട്. അല്ല, എന്നെ പിടിച്ച് ആരും അഭിനയിപ്പിക്കില്ല. എനിക്ക് എന്തെങ്കിലും വേണം, ടാലന്റ് ഉണ്ടെങ്കിലേ എന്നെ അഭിനയിപ്പിക്കുകയുള്ളൂ. നമുക്ക് പേര് പറയാം, ഞാൻ മമ്മൂട്ടിയുടെ സിസ്റ്ററിന്റെ മോനാണ് കേട്ടോ, നമുക്ക് സീറ്റ് കിട്ടും സ്വാഭാവികമായിട്ട്. അല്ല, എന്നെ പിടിച്ച് ആരും അഭിനയിപ്പിക്കില്ല. എനിക്ക് എന്തെങ്കിലും വേണം, ടാലന്റ് ഉണ്ടെങ്കിലേ എന്നെ അഭിനയിപ്പിക്കുകയുള്ളൂ. അല്ല, പുള്ളി എന്നെ സപ്പോർട്ട് ചെയ്യാണ്, എൻ്റെ മരുമോനാണ്, ഇവനെ അഭിനയിപ്പിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് എനിക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. പുള്ളിക്ക് നാണക്കേടായില്ല. അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ ടാലന്റ് വെളിയിൽ കൊണ്ടുപോകും, നമ്മൾ തന്നെ കഷ്ടപ്പെട്ടൊരു പ്രോജക്റ്റ് ഉണ്ടാക്കി അതിൻ്റെ റിസൾട്ട് നല്ല റിസൾട്ട് കൊടുത്ത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളില്ല. അപ്പോൾ അതിനെ നമ്മൾ തന്നെ കഷ്ടപ്പെടുക, ഞാൻ ആരുമില്ല. തന്നിച്ചുള്ള പരിപാടി എല്ലാവരും കേട്ടെ. ഞാനല്ല, ദുൽഖറാണെങ്കിൽ ദുൽഖർ തന്നിച്ച് കഷ്ടപ്പെട്ട് അദ്ദേഹം ഒരു പേരുണ്ടാക്കിയെടുത്ത അദ്ദേഹത്തിന്റെ കഠിനാധ്വാനം കൊണ്ട് മാത്രമാണ്. ഈ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ മുഖച്ഛായ കാര്യങ്ങൾ? സ്കൂളിൽ പഠിക്കുന്ന സൗണ്ട് ഉണ്ട്, കോളേജ് പഠിക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു ഇങ്ങനെ അമ്മാനെ പോലെ ഉണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാറല്ലോ, ഇങ്ങനെ മമ്മൂട്ടിനെ പോലെ അല്ല. ഞാൻ മഹാരാജ് കോളേജാണ് പഠിച്ചത്. മഹാരാജ് കോളേജ് പഠിക്കാൻ ചേർന്ന് തന്നെ സിനിമയിൽ അഭിനയിക്കാൻ പറ്റും. മഹാരാജ് കോളേജ് എന്ന് പറഞ്ഞാൽ എന്നെന്തോ സിനിമയിൽ എടുക്കുന്നു ഉള്ള മണ്ടൻ ചിന്താഗതിയിലാണ് ഞാൻ പോയി മഹാരാജ് കോളേജ് പഠിച്ചത്. പക്ഷേ മഹാരാജ് കോളേജ് മോശമൊന്നുമല്ല, എനിക്ക് പഠിക്കാൻ ഭാഗ്യം കിട്ടി. അത്രയും വലിയ കലാകാരന്മാരുടെ ഒരു കോളേജിൽ പഠിക്കാൻ പറ്റിയത് വളരെ സന്തോഷമുള്ള ഒരു കാര്യം. ഈ നമുക്ക് ഓഫ് സ്ക്രീനിലും ഓൺ സ്ക്രീനിലും യഥാർത്ഥത്തിൽ സ്റ്റൈലിഷ് ആണല്ലോ. ആ സ്റ്റൈലിഷ് ഒക്കെ കോപ്പി അടിക്കുക അല്ലെങ്കിൽ അതേപോലെ സ്റ്റൈലായിട്ടുള്ള നമ്മളെ ഔട്ട്ഫിറ്റ് ഒക്കെ നമുക്ക് ഇൻസ്പയർഡ് ആകാറുണ്ടോ? പിന്നെ അദ്ദേഹത്തിൻ്റെ ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ നമുക്ക് ഇൻസ്പയർ ആയി. ഡ്രസ്സുകളൊക്കെ തരാറുണ്ട് ചില സമയത്ത്. ഞാൻ അദ്ദേഹത്തിന് ഷർട്ടുകൾ തരാറുണ്ട്. അതേപോലെ ഒരു പ്രാവശ്യം ഫോൺ തന്നിട്ടുണ്ട്, ബ്ലാക്ക്ബെറി കീ 2, ഇപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതിന് പിന്നെ അദ്ദേഹത്തെ പോലെ നമുക്ക് അങ്ങനെ നടക്കണം, നമുക്ക് അതിനൊക്കെ ചിലവും കാര്യങ്ങളൊക്കെ ഇല്ല. നമ്മൾ അത് വേറെ ലെവല്, നമ്മൾ ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ അങ്ങനെ. അപ്പോൾ ഈ ഒരു പടം തുടങ്ങാനുള്ളൊരു കഷ്ടപ്പാടി. കൊറോണയുടെ മുമ്പ് ഞാൻ ചെന്നൈ പോയതാണ്, ഒരു പ്രാക്ടീസ് പരിപാടിക്ക് ചെന്നൈ പോയതാണ്. അപ്പോൾ അവിടെ ചെന്ന് ഞാൻ മാത്രമാണ് പോയത് ആദ്യം പ്രാക്ടീസ് ചെയ്യാൻ. പിന്നെ എന്ത് ചെയ്യുക, കൊറോണയിൽ പെട്ട് ലാസ്റ്റ് ഫാമിലിയെ കൊണ്ടുപോകേണ്ടി വന്നു. അപ്പോൾ അവിടെ ഒരു 3-4 വർഷത്തോളം ഇപ്പോൾ ഞാൻ. അപ്പോൾ ഈ ഷൂട്ടിംഗ് തുടങ്ങുന്നത് ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിരുന്നു. ഫാമിലിയെ കൊണ്ടുപോയി നമ്മൾ എങ്ങനെ ജീവിക്കും, ഈ ഒരു പരിപാടി അറിയാം സിനിമ എന്ന് പറയും. പിന്നെ അതിനിടയ്ക്ക് എനിക്ക് കുറേ ഡബ്ബിങ്ങിൻ്റെ ഈ നമ്മുടെ തമിഴ്, തെലുങ്ക് അതൊക്കെ മലയാളത്തിലേക്ക് വരുമല്ലോ. അപ്പം OTT ഭയങ്കരമായിട്ടിരുന്നില്ല കുറേ സിനിമകൾ. ഞാൻ JBM പ്രകാശ് രാജിനെ ഡബ് ചെയ്തു. അപ്പം അങ്ങനെ ഡബ്ബിങ് എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ആ സമയത്ത് സിനിമയിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ഡബ്ബിങ് പരിപാടികൾ ചെയ്തു, കുറേ നടന്മാർക്ക് ഡബ് ചെയ്തു. അപ്പോൾ അതൊരു വരുമാനം എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നു. ചെന്നൈയിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. അപ്പോൾ എനിക്ക് എപ്പോഴും ബാക്ക് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രൊഡ്യൂസറായിരുന്നു, KV അബ്ദുൽ നാസർ സാറായിരുന്നു. ഈ ഒരു പ്രോജക്റ്റ് തുടങ്ങാനും അദ്ദേഹമാണ്. കാരണം അദ്ദേഹം നമുക്ക് ദൈവം ഒരു പല രൂപത്തിൽ വരുമെന്ന് പറയില്ലേ, ഇതൊരു രൂപത്തിൽ ദൈവമായിട്ട് വന്നതാണ്. അല്ലെങ്കിൽ ഇത്രയും വലിയ ബിഗ് ബജറ്റ് ചിത്രത്തിൽ അദ്ദേഹത്തിന് വേറെ എത്രയോ പേരെ പിടിച്ച് അഭിനയിപ്പിക്കാൻ, എത്രയോ സ്റ്റാറുകളുണ്ട് ഇവിടെ. എനിക്കൊന്നൊരു വാക്കും അല്ലെങ്കിൽ നമ്മളോടുള്ള ഇഷ്ടം, നമുക്ക് ടാലൻ്റ് ഉണ്ട്, നമുക്കൊരു സ്പേസ് കിട്ടാത്തതിൻ്റെ ഒരു പ്രശ്നം ആണെന്ന് അദ്ദേഹം ചിന്തിച്ചായിരുന്നു. നമുക്കൊരു സ്പേസ് കിട്ടുമ്പോഴാണ് നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ നമുക്കൊരു ഇത് കിട്ടുള്ളൂ. ചെറിയ ചെറിയ പടങ്ങൾ ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട്. ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, ആൽബത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, സീരിയൽ അഭിനയിച്ചിട്ടുണ്ട്. അതായത് LKG നമ്മൾ തുടങ്ങി കുറേ പരിപാടികൾ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നല്ലൊരു പടം ചെയ്യാൻ പറ്റുന്നത്. മമ്മൂക്കന്റെ സിനിമകൾ കണ്ടിട്ട് നമുക്ക് ചോദിച്ചിട്ടുണ്ടെന്നെങ്കിലും ഈ സിനിമകളുടെ ചില സിനിമകളൊക്കെ പറ്റിയിട്ട് സംസാരിക്കാറൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അന്ന് പറഞ്ഞില്ല രാജമാണിക്ക്, ഞാൻ അത് മാത്രമേ പറഞ്ഞുള്ളൂ. എനിക്ക് ചെറുപ്പത്തിൽ ഞാൻ പുള്ളിയോട് സംസാരിക്കാൻ കൊതിയായിട്ട് ഞാൻ പറഞ്ഞ് പുള്ളിയുടെ അടുത്തു ഞാൻ പ്ലാൻ ചെയ്തു വെക്കും. നമ്മൾ ചെമ്പിൽ തറവാട്ടിൽ വെച്ചാൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തൊന്ന് പോയിരിക്കണം, ഒന്ന് ചോദിക്കണം. അപ്പോൾ അദ്ദേഹം ഭയങ്കര ഗൗരവത്തില്ല. അപ്പോൾ ആരും മിണ്ടലില്ല. ഇളയ അമ്മമാരൊന്നും മാറി നിൽക്കുന്നത് ഭയങ്കര ബഹുമാനം. എനിക്കൊന്നും അറിയില്ല. ഞാൻ ഓടിച്ചെന്ന് അമ്മ എവിടെ നിന്ന് വരുന്നു, മാംശ എവിടെ നിന്ന് വരുന്നത്, പിന്നെ കുറച്ച് ചെറുപ്രായിരുന്നു. അതൊക്കെ ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. ഞാൻ തൃശ്ശൂരിൽ നിന്ന് ഒരുപാട് പറഞ്ഞു ശരി എന്ന് പറഞ്ഞു. കാരണം പിന്നീട് ഞാൻ അത് മോശമായി. പിന്നെ എനിക്ക് ഇച്ചിരി പ്രായമായി ഞാൻ കയറി അദ്ദേഹത്തിൻ്റെ അടുത്തിരിക്കരുതായിരുന്നു, ബഹുമാനക്കുറവ് കാണിച്ചോ, എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നി. പിന്നീട് പ്രായം നമുക്ക് പക്വത ഇല്ലാത്ത പ്രായത്തിൽ കുറേ കാണിക്കുമല്ലോ.
അങ്ങനെയൊക്കെ അല്ലാതെ വേറെ ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ രാജമാണിക്കത്തിന് അങ്ങനെ ചർച്ച ചെയ്യുന്നല്ല. നമ്മൾ ഓരോ പടവും ഇങ്ങനെയായിരുന്നു എന്ന് പറയാൻ നമുക്ക് അത് പിന്നെ നമ്മൾ അറിയാമല്ലോ. പുള്ളി അദ്ദേഹം ചെയ്തു വെക്കുന്ന കഥാപാത്രങ്ങൾക്ക് നമ്മളെ അഭിപ്രായം വരും, നമ്മൾ ആരുമില്ല. മമ്മൂക്കാരൻ്റെ ഒരുപാട് സിനിമകളുടെ രണ്ടാം ഭാഗം വരാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രേക്ഷകർ കാത്തിരിക്കുന്നുണ്ട്. അതെ, ബിഗ് ബി ആയിരിക്കും ഉദ്ദേശിച്ചത്. എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. ഞാനും പ്രേക്ഷകൻ എന്ന രീതിയിൽ ഞാനും കാത്തിരിക്കുന്നു ബിഗ് ബി വരാൻ വേണ്ടി. ഇപ്പൊ ഡീനിൽ അഭിനയിക്കുന്നതിനെ പറ്റി മമ്മൂക്കാണ് പറഞ്ഞു. ഞാൻ പോയി പറഞ്ഞത്. അപ്പൊ എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഡയറക്ടറും നമുക്ക് അദ്ദേഹം അവർ ഒരുപാട് പടം ഹിറ്റ് ചെയ്താൽ കോട്ടയം കുഞ്ഞ ചാനലിൽ കിഴക്കൻ പത്രോസ് ആണല്ലോ. അപ്പോൾ ഡയറക്ടറാണ് ഇന്നലെ പറഞ്ഞ അദ്ദേഹത്തോട് മരുമാനെ വെച്ചിട്ടാണ് പടം ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഡയറക്ടറോട് ചോദിച്ചെന്ന് പറഞ്ഞാൽ അവൻ അഭിനയിക്കുമോ ഒരു ഉള്ള രീതി. അപ്പോൾ അദ്ദേഹം വർക്ക് ചെയ്യും, കുഴപ്പമില്ല, പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ നേരിട്ട് എന്ന് കണ്ടു, അനുഗ്രഹം മേടിച്ചിരുന്നു. അപ്പോൾ എന്നോട് ഒരേ ഒരു വാക്ക് ചോദിച്ചു, DNA-യുടെ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമോ? DNA-യുടെ അർത്ഥമല്ല, ഫുൾ ഫോം വല്ല പിടുത്തമുണ്ടോ? അപ്പം ഞാൻ എന്നോട് പറഞ്ഞതെന്ന് ഡിയോക്സിക് റൈബോ ന്യൂക്ലിക് ആസിഡ്. അതിന് മരണം വരെ ഞാൻ മറക്കത്തില്ല. ഡിയോക്സിക് റൈബോ ന്യൂക്ലിക് ആസിഡ് എന്ന് നമുക്ക് പ്രൊനൗൺസിയേഷനിൽ ചിലപ്പോൾ ഡിയോക്സിക് ആയിരിക്കും, ചിലപ്പോൾ ഡയോക്സിക് റൈബോ ന്യൂക്ലിക് ആസിഡ് എന്ന് പറയും. രണ്ട് പ്രൊനൗൺ നമ്മൾ എഴുതുമ്പോൾ ചിലപ്പോൾ ഡയോക്സിക് എന്ന് എഴുതും, ചിലപ്പോൾ ഡിയോക്സിക് എന്ന് എഴുതും. ഞാൻ ഇന്നലെ മനോരമയിൽ ഡയോക്സിക് എന്ന് എന്താണ് പറഞ്ഞത്. അപ്പം കമൻസിൽ ഇഷ്ടം പോലെ ഡയോക്സിക് അല്ല ഡിയോക്സിക് റൈബോ ന്യൂക്ലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ അത് പഠിച്ചു. DNA-യുടെ ഇനി അത് മരണം വരെ നമ്മൾ മറക്കത്തില്ല. ആക്ഷൻ ഇപ്പോൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ആക്ഷൻ ഈ ഒരു സീക്വൻസ്, ഈ ഒരു ഫൈറ്റ് എടുക്കുന്നത് കനൽക്കണ്ണൻ മാസ്റ്ററാണ്. അദ്ദേഹത്തിന് ഫൈറ്റ് പിന്നെ പറയണ്ടല്ലോ. ഇപ്പോൾ ലേറ്റസ്റ്റ് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ കടുവ അദ്ദേഹം ചെയ്തതാണ്. പിന്നെ തമിഴിലൊക്കെ ഒത്തിരി പടം ചെയ്തിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിനോട് ഒരു പടം വർക്ക് ചെയ്തിട്ടുണ്ട് തമിഴിൽ, സൗക്കാർപേട്ട എന്ന് പറഞ്ഞ്. അതിൽ റായലക്ഷ്മി ആയിരുന്നു ഹീറോയിൻ, ഞാനതിൽ വില്ലനായിരുന്നു, സുമൻ്റെ മോനായിട്ട്. അങ്ങനെ അദ്ദേഹത്തിന് പരിചയമുണ്ട്. പിന്നെ ഈ നമ്മുടെ DNA-ൽ റായലക്ഷ്മി മെയിൻ ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഒരുപാട് റായലക്ഷ്മി ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം മലയാളത്തിലേക്ക് ഒരു കംബാക്കാണെന്ന് തോന്നുന്നു ഈ പടത്തിലൂടെ. ഒരു പോലീസ് ഓഫീസറായിട്ടാണ് ചെയ്യുന്നത്. ഈ ചിത്രത്തിൽ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അജു വർഗീസ്, ബാബു ആന്റണി, അങ്ങനെ ഒത്തിരി നല്ല വലിയ വലിയ ആർട്ടിസ്റ്റുകളുണ്ട്. വലിയൊരു സ്റ്റാർ കാസ്റ്റ് തന്നെയാണ് ഇതിൽ. പിന്നെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ AK സാജൻ, AK സന്തോഷിൽ AK സന്തോഷേട്ടനാണ്. അദ്ദേഹം ഇപ്പോൾ ചെയ്യുന്നൊരു വലിയൊരു അവരൊരു ക്രൈം സ്റ്റോറികളാണല്ലോ കൂടുതൽ, ക്രൈം, സസ്പെൻസ്, ആക്ഷൻ, അവരുടെ മൂഡ് അതാണല്ലോ. അപ്പോൾ AK സന്തോഷേട്ടൻ്റെ സ്ക്രിപ്റ്റാണിത്. അദ്ദേഹമാണ് ഇതിൽ നമ്മൾ വലിയ അദ്ദേഹത്തിൻ്റെ കഥാപാത്രമാണ് ഞാൻ. ലക്ഷ്മി എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര്. പിന്നെ ഒരുപാട് ഈ പടത്തിനെ പറ്റി പറയാൻ എനിക്ക് അവകാശമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ക്യാമറ ചെയ്യുന്നത് രവിചന്ദ്രൻ ചേട്ടനാണ്. രവിചന്ദ്രൻ ചേട്ടന് ഇപ്പോൾ എനിക്ക് ഇനി ഉത്തരം എന്ന പടമാണ് ലേറ്റസ്റ്റ് ചെയ്തത്. പിന്നെ അദ്ദേഹം ഡോൺ മാക്സ് എൻ്റെ ഒരു പടം ഇപ്പോൾ റിലീസാകുന്നുണ്ട്. അദ്ദേഹം ഡോൺ മാക്സ് ഡയറക്റ്റ് ചെയ്ത പടം, അതിൻ്റെ ക്യാമറമാനാണ്. നല്ല വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ലൊക്കേഷൻ കവർ ചെയ്താൽ കണ്ടായിരുന്നു. ഇപ്പോൾ ഒരു വേറൊരു സെറ്റപ്പിലല്ലേ ആ ബലൂണൊക്കെ തൂങ്ങിയിരിക്കുകയാണ്, ലേറ്റൊക്കെയാണ്. ഞാനും ആദ്യമായിട്ട് കാണുന്നത്. കാരണം അത് വലിയ പരിപാടികളാണ്. അപ്പോൾ വലിയ സെറ്റപ്പിൽ തന്നെയാണ് പടം നടക്കുന്നത്. എനിക്കറിയില്ല. ജവാന പള്ളി പറഞ്ഞ അതെ. അപ്പോൾ ഇതിൽ നമ്മളത് ആദ്യമായിട്ട് കാണാം. നമ്മൾ ഇതിൽ ചെറിയ പടങ്ങൾ ചെയ്തത് കൊണ്ടായിരിക്കാം മേ ബി അതിനെപ്പറ്റിയൊക്കെ അറിയാം. ബലൂൺ ലൈറ്റ് ഉണ്ട് സംഭവം. ഞാനിപ്പോൾ ആദ്യമായിട്ട് കാണുന്നത്. കാരണം എനിക്ക് ഇത്രയും വലിയ പടം കണ്ടാൽ നമുക്കത് അത്ഭുതമാണ്. കാരണം ഭയങ്കര സംഭവമല്ലേ. അപ്പോൾ അങ്ങനെ ഒരു വലിയ പടത്തിലാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വിഷു റംസാൻ ആശംസകൾ. നമ്മുടെ DNA റിലീസാകുമ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സിനിമ കാണുക, വിജയിപ്പിക്കുക. ഓക്കെ.